ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു കോവയ്ക്ക അച്ചാറിട്ടാലോ. നല്ല നാടൻ കോവയ്ക്ക കിട്ടി. അത് കഴുകി നന്നായി തുടച്ച ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുക. ശേഷം നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് അല്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കോവയ്ക്കയിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളമയം ഫുള്ള് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ലേശ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തുകൊണ്ട് ഒന്ന് വഴറ്റിയാൽ മാത്രം പോരാ, വഴറ്റി അതിൻ്റെ വെള്ളം മയം മുഴുവൻ മാറി നമുക്ക് മെഴുക്കുവരട്ടി എന്നൊക്കെ പറയത്തില്ലേ, മെഴുക്കുവരട്ടി പരുവമല്ല, അത്ര ആവണ്ട, എന്നാലും അതിൻ്റെ വെള്ളമയം ഒന്ന് വറ്റി ഒരു ബ്രൗൺ നിറമൊക്കെ അവരുടെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതൊരു നിരത്തിയിട്ടും ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഏകദേശമൊക്കെ ചുമന്ന് വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ചുമന്നോട്ടെ. അപ്പോൾ കോവയ്ക്കയുടെ വെള്ളം വറ്റുമ്പോൾ അച്ചാർ കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. കണ്ടോ, വെള്ളം വറ്റി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഈ എണ്ണ തന്നെ ഉപയോഗിക്കാം. അതിലൂടെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധം വാടി അതിൻ്റെ വെള്ളമയം വറ്റുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പുപൊടി, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായം പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം പൊടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ, ലേശം മതി. ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി മൂത്ത് പച്ചമണം മാറിയ ശേഷം നമുക്കതിലേക്ക് വിനാഗിരി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ആ പൊടി മാറി കുറുകിയിട്ട് അവിടെ എണ്ണ തെളിയുന്ന ഒരു പരുവം. അതിലേക്ക് നമുക്ക് വറുത്ത് കോരിയ നമ്മളുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതിനകത്ത് പുളിയോ ഉപ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കോവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ നാൾ കേടാവാതിരിക്കുന്നൊരു അച്ചാറാണ് കോവയ്ക്ക അച്ചാർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.